അല്പം ഡിസൈൻ വേറെ ഇതുപോലെ തന്നെ രണ്ടിനും അതുമായി ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിട്ട് ഇന്ന്. കാരണം നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും ഇന്ന് വരുക കേട്ടോ. അപ്പോൾ ബിന്ദുജ എന്നാട്ടോ അവളുടെ പേര്. അപ്പോൾ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ പോളിടെക്നിക്ക് അതിനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് 3 വർഷം കൂടെ പഠിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അവരിന്നപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരും. അവർക്ക് അവരിവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ബാംഗ്ലൂര്. ശരിക്കും അവർ ഗൾഫിലാണ് താമസിക്കുന്നത്. അപ്പം അവരിവിടെ ഫ്ലാറ്റ് മേടിച്ച് അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലോട്ടും കൂടെ വരുവാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അല്ല ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ ആരും നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇത്രയും ലോങ് ആണല്ലോ വരാൻ വേണ്ടി. അപ്പം ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വരാറില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് ഒരാൾ വരുന്നത് തന്നെ ഭയങ്കര സന്തോഷം. ആദ്യമാണേലും ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം ഇവിടെ ആരും അങ്ങനെ വരാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്ന്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി. നാട്ടിലൊക്കെ വരുമ്പോൾ ഇതുപോലെ എൻ്റെ വീട്ടിലോട്ട് അവൾ വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കൂപ്പള്ളിയിൽ തന്നെയാണ് അവളുടെ വീടും. നമ്മുടെ അച്ഛൻ്റെ കടയുടെ ആ ഒരു ഭാഗത്തായിട്ടോട്ട് അവളുടെ വീട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് 1 വർഷത്തോളം ആവാറായി. അപ്പോൾ അങ്ങനെ അവർ ഏതായാലും നമ്മുടെ വീട്ടിലോട്ട് ഇന്ന് വരുവാണ്. അപ്പോൾ അവർ വരുന്നതിന് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുവാണ്. അപ്പോൾ അവരോട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരത് കഴിച്ചിട്ടേ വരുള്ളൂ. അവർക്ക് അവിടെ എന്തോ വേറെ അത്യാവശ്യം കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ അവിടെ ആകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ അവർക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ട, സ്പെഷ്യലായിട്ട് ഒരു ഇച്ചിരി ചോറും മോര് കാച്ചിയതും ചമ്മന്തിയും മാത്രം മതിയെന്ന് കേട്ടോ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഗൾഫിലാണെങ്കിലും അവർ തന്നെയാണല്ലോ ഇവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഡെയിലി റൈസൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂർ വന്ന ഒരു 1 വീക്കായി ഇവർ. അപ്പോൾ ഇവിടെ പെട്ടുപോയല്ലോ ഫുഡിൻ്റെ കാര്യത്തിൽ. ഇവിടുത്തെ ഫുഡ് കഴിച്ച് മടുത്ത്. അപ്പോൾ ഒരു ഇച്ചിരി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് മാത്രം തൈരും ചോറും മോരുകറിയും ചമ്മന്തി ഉണ്ടെങ്കിൽ അതും കൂടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു ഇച്ചിരി പയറ് ബീൻസ് മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ കറിയും പപ്പടവും അച്ചാറും ഒക്കെ കൂടി ഇരിപ്പുണ്ട്. അതൊക്കെ കൂടെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് പ്രിപ്പറേഷനില്ല. അപ്പം രാവിലെ തന്നെ കുളിച്ച് കിച്ചണിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബീൻസ് അടുപ്പേ വെച്ചു. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മുളകും മല്ലിയും മഞ്ഞളും എല്ലാം പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡും കൂടി ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിക്ക് വേണ്ട സവാള എല്ലാം ഞാനൊന്ന് തൊലിയെല്ലാം പൊളിച്ച് കൊടുത്തപ്പോഴത്തേനും അതെല്ലാം അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു തന്നു, മറ്റേ നമ്മുടെ ചോപ്പറിൽ വെച്ച്. അതെനിക്കൊരു വലിയ ടാസ്ക് തന്നെ കേട്ടോ. വലിക്കുന്ന എനിക്ക് കൈക്ക് ഭയങ്കര വേദന എടുക്കുവേ. അപ്പോൾ അതൊന്ന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബീൻസ് എല്ലാം എൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞ് കഴുകി അത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൂടെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര സാധനമൊന്നും ഒന്നിച്ച് വെക്കാൻ അധികം കറികളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ കുക്കിംഗ് ചെയ്തിട്ടില്ലാത്ത കൊണ്ട് ഒരു ചെറിയ സഹായം കൂടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം അവർ വന്നപ്പോഴത്തേനും എല്ലാം ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറി ഇന്ന് വറുത്ത് കേട്ടോ വെക്കുന്നത്. വറുത്തിട്ടുള്ളൊരു കറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എപ്പോഴും വറുത്ത് ആ കറി വെക്കുന്നത്, പക്ഷെ ആ കറി അങ്ങനെയല്ലെന്ന്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ചെയ്യാറുള്ളത് പോലെ ഇച്ചിരി മുളകും ഉപ്പും ശകലം മസാലയും എല്ലാം കൂടെ ചേർത്ത് പെരട്ടി കുക്കറിൽ വെച്ചൊരു 1-2 വിസിലടുപ്പിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച്. എന്നിട്ട് പിന്നെ അതിൻ്റെ വിസിലെല്ലാം പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അതായത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒത്തിരി എണ്ണ വേണ്ട, അത്യാവശ്യം ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം കുറച്ച് നേരം എടുത്തിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ മിച്ച എണ്ണ കാണും എന്നാണേലും. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയിട്ട് സവാളക്കകത്ത് നമ്മുടെ ഇഞ്ചി, പിന്നെ അപ്പം ഞാൻ സവാള ചോപ്പറിനകത്ത് ചെയ്യുമ്പോൾ തന്നെ ഇഞ്ചിയും കൂടെ ആ കൂടെ ഇടുവേ. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചതച്ചേ ഇടത്തുള്ളൂ. അപ്പോൾ ഈ ചതച്ചിടുമ്പോൾ എനിക്ക് പറഞ്ഞാൽ മറ്റേ കല്ലെടുക്കാനായിട്ട് മടി, ഇനി അതുകൂടെ കഴുകി എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ ആ പാത്രം വെളുത്തുള്ളി പൊളിച്ച പാത്രത്തിൽ തന്നെ
വെച്ചങ്ങ് ചതച്ചെടുത്ത്. ചിലപ്പോൾ മിക്കപ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം അതും പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് എല്ലാം കൂടെ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഒന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ഈ മസാല നമ്മുടെ മുളക് പൊടി കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടി ആയിട്ടുണ്ട് മറ്റേ മുളകിനെക്കാട്ടിലും. അപ്പം ചുമന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ മസാലയില്ലേ പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു സ്റ്റാർ പോലത്തെ സാധനം, അങ്ങനത്തെ മസാല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഈ പൊടിയുടെ കൂടെ ഇട്ട് ചൂടാക്കി പിന്നെ മിക്സഡ് ജാറിനകത്തോട്ട് ഒരു 2 തക്കാളി, നമ്മുടെ ആവശ്യത്തിന് തക്കാളി ഞാൻ 2 എണ്ണം എടുത്തത്, തക്കാളി അരിഞ്ഞതും പിന്നെ ഈ വറുത്ത പൊടികളും സാധനങ്ങളും എല്ലാം കൂടെ ചേർത്ത് അരച്ച് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണേ. അപ്പം അതാണ് അതിൻ്റെ അരപ്പ്. അപ്പോഴത്തേനും വേണ്ട ഇവിടെ നമുക്ക് ഈ ഡിന്നർ സെറ്റിങ്ങിൻ്റെ പ്ലേറ്റ് ഒരു സെറ്റ് ഇരിപ്പുണ്ടായിരുന്നുള്ളേ. അപ്പം നമുക്ക് ആരും ഇവിടെ അങ്ങനെ വരാനില്ലാത്തതുകൊണ്ട് കേട്ടോ മേടിക്കാത്തത്. അപ്പോൾ പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വേണ്ട ഇപ്പം തന്നെയാണ് അപ്പോൾ അതേ ഒരാൾ ഓർഡർ ചെയ്ത് വരുത്തി ഇതുപോലെ ഒരു സെറ്റ് പാത്രവും കൂടെ, ബൗളും ഈ പ്ലേറ്റും ഒക്കെ കൂടെ 4 ബൗളുണ്ടായിരുന്നേ, പിന്നെ 2 പ്ലേറ്റും. അങ്ങനെ അതും വരുത്തപ്പോൾ എൻ്റെ പപ്പടം കാച്ചാനായിട്ടുള്ള കത്തിയാണ് അത് പൊട്ടിക്കാൻ എടുത്തോണ്ട് പോയത്. അപ്പം ഞാൻ അതിനുവേണ്ടി അവിടെ പോയി നിന്ന പാത്രവും കണ്ട് എൻ്റെ കത്തി മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് വേണമല്ലോ പപ്പടം കാച്ചാൻ വേണ്ടി. അപ്പോൾ എനിക്കിനി ഒരു പപ്പടം കുത്തി മേടിക്കണം. ഞാനന്ന് പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ ഒരു പപ്പടം കുത്തി മേടിക്കണമെന്നൊക്കെ ഓർത്തോണ്ട് പോയതാണ്, എന്നിട്ട് മറന്നുപോയി. അന്ന് പിന്നെ ഒന്നുകൂടെ പോകാമെന്ന് ഓർത്തിട്ടാ, പിന്നെ പോകാനും ഒത്തില്ല. പിന്നെ ഒരു പപ്പടം കുത്തി നാട്ടിൽ പോകുമ്പോൾ എന്നാണെങ്കിലും മേടിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെ പപ്പടം കാച്ചി. പിന്നെ സവാള ചിക്കൻ്റെ ആയി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മറ്റേ നമ്മുടെ മസാലയെല്ലാം അരച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ആദ്യക്കുട്ടനോടാണേലും നിരത്തല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞി പപ്പടവും കൂടെ കാച്ചുവാണ്. നമ്മൾ നാളെ ഡിമാർട്ടിൽ പോയപ്പോൾ മേടിച്ച കളറുള്ള പപ്പടം ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ കൂടെ കാച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ മസാല അതിനകത്ത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ച് ചിക്കനും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും പിന്നെ തീ കുറച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി ചാറ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ആദ്യക്കുട്ടന് 2 അപ്പമൊക്കെ ചുട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 2 കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞങ്ങളും ഓരോ അപ്പമൊക്കെ ചുട്ട് കഴിച്ച് അങ്ങനെ ഫുള്ള് വേണ്ട പാത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെക്കുവാണ്. കാരണം അവർ വരാറായെന്ന് നമുക്കിപ്പോൾ കോൾ ചെയ്തായിരുന്നു, ഫോൺ വിളിച്ചായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പാത്രവും എല്ലാം ഒന്ന് കഴുകി വെച്ച് ഒന്നുകൂടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇടുവാണ്. അപ്പോഴത്തേനും ചിക്കൻ കറിയൊക്കെ നല്ല പാകത്തിന് നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു സാധാരണ അമ്മയൊക്കെ പറഞ്ഞ കാര്യം വരുന്നെന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല, എന്നാലും ഇത് ശരിയായിരുന്നേ. അപ്പോഴത്തേനും ഞാനും ആദ്യക്കൂട്ടിനും വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് അവർ വന്നെന്ന് പറഞ്ഞ് താഴെ വിളിച്ചിട്ട് ഇറങ്ങിപ്പോയായിരുന്നേ. അപ്പോൾ അങ്ങനെ അവർ വന്നു. ആദ്യക്കൂട്ടം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പ്രാവശ്യം പുതുപ്പള്ളിയിൽ നിന്ന് അമ്മ വന്നൊരു 2 ദിവസം നിന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടെ വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ അതേണ്ട അങ്ങനെ അവർ എത്തിയതാട്ടോ എൻ്റെ കൂട്ടുകാരി ബിന്ദുജ. അവളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒന്ന് വീണിട്ട് അവിടെ കയ്യിൽ ക്യാപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുക. അങ്ങനെ അതേണ്ട അവർ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇഷ്ടം പോലെ നമുക്ക് പറയാൻ കാണുമല്ലോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി മീറ്റപ്പ് ആയിട്ട് ഇങ്ങനെ നടത്തുന്നു. നമ്മൾ എല്ലാവരും ഒന്നിച്ച് പഠിച്ചു, പിന്നെ ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവരുടെ അപ്പാർട്ട്മെൻറ്റ് വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞ ഒരു ഹായ് പറയാൻ വേണ്ടി. അപ്പോൾ അവൾക്ക് ഭയങ്കര കോമഡി, ചിരി വരും ക്യാമറ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നിറച്ചും ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ ഈ കൊങ്ങിണി എന്ന് പറയുന്ന ഒരു പൂ, കൊങ്ങിണിപ്പൂ എന്ന് കേട്ടോ ഞങ്ങളുടെ അവിടെ ഇനി പറയുന്നത്. ഒരു സ്മെല്ലുണ്ട്, പിന്നെ ഇതിനൊരു കായൊക്കെ ഉള്ള ആ ചെടി പോലത്തെ ആണെന്ന് തോന്നുന്നു. നിറച്ചും അത്. പിന്നെ ഇത് കണ്ടോന്നേ, ഇത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കത്തില്ല, ഈ തലേ തേക്കുന്ന ഒരു സാധനമാണെന്നൊക്കെ ഇന്നാളൊക്കെ കണ്ടു ചാനലിൽ വീഡിയോയിലൊക്കെ. അതിൻ്റെ ചെറുതാന്ന് തോന്നുന്നു. എന്നാണേലും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഇതേണ്ട ഇവിടുത്തെ പാർക്ക് എല്ലാവരും ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുക. ആദ്യക്കുട്ടൻ അവിടെ കളിച്ചു. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഇവിടത്തേലൊക്കെ ഒന്ന് കയറണം. നമ്മുടെ ഇവിടുത്തേലോ കയറാനായിട്ട് എനിക്കൊരു പേടി, ഇനി വല്ലതും പറയുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്നാണേലും അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അവത്തേലൊക്കെ കയറിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു മാളിൽ പോയി. നേരെ ചെന്ന് ആദ്യം തന്നെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി. അവൻ ഐസ്ക്രീം മേടിച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാളിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ കയറിയേക്കുവാണ്. ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ, നല്ല രസമാണ്. നിറയെ അതിങ്ങനെ ബെല്ല് പോലെ ഒരു സാധനം, ചെറിയൊരു കാറ്റ് വരുമ്പോൾ തന്നെ എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് ഇളകി നല്ല സൗണ്ടൊക്കെ ആയി, നല്ല വൈബാണ് കേട്ടോ.
അങ്ങനെ അവിടെ കയറി. പിന്നെ ആദ്യം നമുക്കൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്നത്തിൻ്റെ ജ്യൂസായിരുന്നു പോലും ഞാൻ ഇതെനിക്ക് തോന്നുന്നു ലിച്ചി എന്തൊക്കെയോ മിക്സഡാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പാനിപ്പൂരി, പിന്നെ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടു ആദ്യക്കുട്ടന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ അവിടെ കൊണ്ട് എല്ലാ പിള്ളേർക്കും ഇങ്ങനെ എന്താ ഷെഫിൻ്റെ ഒരു ഇതൊക്കെ എഴുതിയിട്ടുള്ളൊരു ക്രൗൺ പോലൊരു സാധനം, ഒരു തൊപ്പി പോലൊരു സാധനം, പിന്നെ കുറച്ച് കളർ ചെയ്യാനായിട്ട് 2 കളർ പെൻസിലും ക്രയോൺസും, പിന്നെ കളർ ചെയ്യാനായിട്ടുള്ള പേപ്പറും വരച്ചേക്കുന്ന അങ്ങനെ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേ. അപ്പോൾ പിള്ളേർ ഹാപ്പിയാകും, വഴക്കും ഉണ്ടാക്കത്തില്ല, പേരൻസിന് സമാധാനമുണ്ട്. നല്ല കാര്യം. ആദ്യക്കുട്ടിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ഷോപ്പാണ്, നമുക്ക് ഇനി ഇവിടെ വന്നാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണല്ലോ ആര്യക്കുട്ടനും കൊടുത്ത് ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പം അവർ താമസിക്കുന്നിടത്തോട്ട് പോയി. ഞങ്ങൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കാർ നമ്മൾ താഴെയായിരുന്നു ഇട്ടിരുന്നത്. നമ്മൾ വന്നപ്പോഴത്തേനും കാർ ഇങ്ങനെ നീങ്ങി നീങ്ങി മുകളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ തിരിച്ചിറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് മാളിൽ. എന്നായിരുന്നു അറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരു പൂരപ്പറമ്പ് പോലെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു. അതിനകത്തെല്ലാം കഴിഞ്ഞ് വഴിയിലിറങ്ങിയപ്പോഴത്തേനും അവിടെ അതിലും വലിയ തിരക്ക്, മുഴുവൻ ഇങ്ങനെ ബസ്സുകളാണ്. തിരിച്ചിതേ നമ്മുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ആദ്യക്കുട്ടനാണ് കാലൊക്കെ വേദനയായി, ഷൂ ഇട്ട് നടന്ന്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറിപ്പോയി. ഫുഡൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം ഉണ്ടല്ലോ, അവർ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്ന ചോക്ലേറ്റുകളാണ്. അപ്പം ഞാൻ ഇതുകൂടെ ജസ്റ്റ് നമ്മുടെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.